നമുക്ക് ഇംഗ്ലീഷിലെ ടെൻഡർ ടച്ച് എന്ന പാഠത്തിലേക്ക് ആദ്യം പോവാം. ടെൻഡർ ടച്ച്, നിങ്ങൾ ടെൻഡർ കോക്കനട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇളനീര്. അതുപോലെ മൃദുലമായ സ്പർശനത്തിനാണ് ടെൻഡർ ടച്ച് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഭാഗം. നമുക്ക് അവിടെ ഒരു ഓട്ട മത്സരം കാണാം. ഓട്ട മത്സരത്തിൽ 2 കുട്ടികൾ ഓടുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്താ ചെയ്യുന്നത്? ഒരു കുട്ടി അവിടെ വീണ് കിടക്കുന്നുണ്ട്. 2 boys are running and a boy is injured there. വേറൊരു കുട്ടി ആ ഓട്ട മത്സരത്തിൻ്റെ കാര്യങ്ങളൊക്കെ മറന്ന് ആ മുറിവ് പറ്റിയിട്ടുള്ള കുട്ടിയെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദ ഇൻജേർഡ് ബോയ്. ഗീവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്. മദർ തെരേസ പറഞ്ഞ ഒരു വചനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗീവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്. നിങ്ങളുടെ കൈകൾ നിങ്ങൾ ഒരാളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അതുപോലെ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഒരാളെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യമായിട്ട് അടുത്തൊരു കർട്ടൻ റൈസർ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കാണാനുണ്ട്. ആ പെൺകുട്ടി എന്താ ചെയ്യുന്നത്? ഷീ ഈസ് ഫീഡിങ് ദ പീജിയൻസ്. അവൾ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അതൊരു നല്ല ആക്ടിവിറ്റി അല്ലേ? ഇനി അടുത്തൊരു പിക്ചറിലേക്ക് പോയാലോ? ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്താ കാണാനുള്ളത്? 3 ആൺകുട്ടികളെ കാണാനുണ്ട്. 3 boys. What are they doing? A boy is splashing the dirty water to his friend. Compare the above pictures. നിങ്ങൾക്ക് ഈ 2 പിക്ചേഴ്സും കണ്ടിട്ട് എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങളതൊന്ന് താരതമ്യം ചെയ്തേ. ആദ്യത്തെ കുട്ടി ചെയ്യുന്നതാണോ അതോ രണ്ടാമത്തെ കുട്ടി അവൻ്റെ ഫ്രണ്ടിൻ്റെ മേലേക്ക് ചളിവെള്ളം തെറിപ്പിക്കുന്നത്? ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ആക്ടിവിറ്റി? Compare the above pictures. What are your comments? The girl is feeding birds. It's a good manner. But the boy is disturbing others. It's not good. നമുക്കിനി പാടത്തേക്ക് പോവാം. എ സണ്ണി മോർണിംഗ് എന്ന് പറഞ്ഞാൽ, സൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നല്ല വെയിലുള്ളൊരു രാവിലെ, നല്ല വെയിലുള്ളൊരു പ്രഭാതത്തെയാണ് സണ്ണി മോർണിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പിക്ചറിലൊന്ന് നോക്കിയാലോ? ഈ പിക്ചറിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാനുള്ളത്? സഷ എന്താ ചെയ്യുന്നത്? സഷ ഈസ് സ്ലീപ്പിംഗ്. അവളുടെ അമ്മ, സഷയുടെ അമ്മ എന്താ ചെയ്യുന്നത്? സഷാസ് മദർ ഈസ് വേക്കിംഗ് ഹെർ അപ്പ്. അവളുടെ അമ്മ അവളെ വിളിച്ചുണർത്തുകയാണ്. അവിടെ ഒരു ടേബിൾ കാണാമല്ലേ? ദർ ഇസ് എ ബ്യൂട്ടിഫുൾ ടേബിൾ ആൻഡ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ വേസ് ഈസ് പ്ലേസ്ഡ് എബവ് ദ ടേബിൾ. ആ ഫ്ലവർ വേസ് നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇറ്റ്സ് എ കളർഫുൾ ഫ്ലവർ വേസ്. അത് കഴിഞ്ഞാൽ 2 ബുക്കുകൾ നിങ്ങൾക്ക് കാണാം. എ ബ്ലൂ ബുക്ക് ആൻഡ് എ റെഡ് ബുക്ക്. പിന്നെ നമുക്ക് ഈ ജനലിലൂടെ നോക്കിയാലോ? വാട്ട് ക്യാൻ യു സീ ത്രൂ ദ വിൻഡോ? എ ബ്യൂട്ടിഫുൾ ഹിൽ, ദെൻ എ ബ്യൂട്ടിഫുൾ ട്രീ. ഇനി നമുക്ക് പാടൊന്ന് വായിച്ചു നോക്കാം. എ സണ്ണി മോർണിംഗ്. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. ഒരു ദിവസം രാവിലെ സൂര്യൻ ജനലിലൂടെ എത്തി നോക്കുകയായിരുന്നു. പീപ്ഡ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക, ഒളിഞ്ഞു നോക്കുക എന്നൊക്കെയാണ്. സഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. മദർ കാൾ സഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. സഷ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. നമുക്ക് ലേറ്റായി തുടങ്ങി, നീ വേഗം എണീക്കുമോളെ. ഷീ വാസ് ഹാഫ് അസ്ലീപ്പ്. അവൾ പകുതി ഉറക്കത്തിലായിരുന്നു. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. ഓ അമ്മ, ഞാൻ കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. പറ്റില്ല, അല്ലെങ്കിലേ ലേറ്റായി തുടങ്ങി, അല്ലെങ്കിലേ വൈകിയിരിക്കുന്നു. മദർ കെയിം ഇൻ ആൻഡ് ജെൻ്റ്ലി പാറ്റഡ് ഹെർ. അമ്മ റൂമിൻ്റെ അകത്തേക്ക് വന്ന് അവളെ മൃദുലമായി തലോടി, അവളെ ചെറുതായിട്ടൊന്നിങ്ങനെ തലോടി. സഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് ഹെർ ഐസ്. സഷ ബെഡിൻ്റെ പുറത്തേക്ക് വന്നു, അവളുടെ കണ്ണ് തിരുമ്മിക്കൊണ്ട്. വാട്ട്സ് ദാറ്റ് സ്മെൽ? അതെന്താ ഒരു മണം? ലവ്ലി, ഹായ്, നല്ല മണം. ഷീ ടുക്ക് എ ഡീപ് ബ്രീത്ത്. അവളൊരു നല്ല ശ്വാസം എടുത്തു, അവളൊരു ദീർഘശ്വാസം എടുത്തു. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. അവൾ കിച്ചണിലേക്ക് ഓടി. മദർ ഫോളോഡ് ഹെർ. നമുക്ക് ഇതിൽ സഷയുടെ അമ്മ എന്താ പറയുന്നതെന്ന് നോക്കാം. സഷയുടെ അമ്മയുടെ നേരെ ഒരു ഡയലോഗ് എഴുതാനുള്ള ഒരു കോളമുണ്ട്. സഷയുടെ അമ്മ എന്തായിരിക്കും സഷേനോട് പറയുന്നത്? സഷ വേക്കപ്പ് മൈ ഡിയർ. സഷ വേഗം എണീക്കുക എന്നായിരിക്കും പറയുന്നത് അല്ലേ? സഷ എന്തിനായിരിക്കും കിച്ചണിലേക്ക് ഓടിയത്? വൈ ഡിഡ് സഷ റഷ് ടു ദ കിച്ചൺ? സഷ എന്തിനാണ് വേഗം കിച്ചണിലേക്ക് ഓടിയത്? ബിക്കോസ് ഷീ ഗോട്ട് എ നൈസ് സ്മെൽ ഫ്രം ദ കിച്ചൺ. വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? അവൾ എന്തായിരിക്കും ആ കിച്ചണിൽ കാണുക? അവൾ അടുക്കളയിൽ എന്തായിരിക്കും കാണുക? It will be some good snack with good smell.